ഹായ്. അപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുക കേട്ടോ. അതുമാത്രം എനിക്കിന്ന് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. എന്റെ പിള്ളേരെ, നിങ്ങൾ എൻ്റെ ചിറകിന്റെ കീഴിൽ ഒതുങ്ങി നിന്നാ മതി. ഒരു മനുഷ്യനും നമ്മുടെ ഇടയിൽ കയറി കളിക്കില്ല. അറിയാവോ? അച്ചുമാമന്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നോക്ക്. അച്ചുമാം നല്ല ഒന്നാം തരമായിട്ട് പ്രതികരിക്കും. അത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. ഇവിടുത്തെ ഒരു സ്റ്റാഫ് കാരണം അടൂർ പോലീസ് സ്റ്റേഷൻ ഞാൻ പോയി. ആ പോലീസ് സ്റ്റേഷൻ വിറപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. അവിടെ നിന്നൊരു ലേഡി കോൺസ്റ്റബിൾ പോലും മിണ്ടാതിരിക്കടി എന്ന് വന്ന് പറഞ്ഞില്ല. കൊടുക്കേണ്ട ഒരു പോലീസുകാരൻ്റെ മുഖത്ത് നോക്കി കൊടുത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഇത്രയും സ്റ്റാഫുകളെയും കൂടെ കൊണ്ടുവന്ന് ഈ പോലീസ് സ്റ്റേഷനകത്ത് ഞാൻ ഇട്ട് തരും, നീ കൊടുക്കണമെന്ന് പറഞ്ഞു ചെലവിന്, ഇയാൾ കൊടുക്കണം ചെലവിനെന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്തെ SIയും സർക്കിളും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാറിനെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ നിങ്ങളെ അല്ല ഇത് പറഞ്ഞു, ഇയാൾ കാരണം ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഇയാൾക്കിട്ട് കൊടുക്കാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ പുറകെ നിന്നാൽ മതി. മുന്നിൽ നിന്ന് ഞാൻ എല്ലാം ചെയ്തോളാം. കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളാം, മേടിക്കേണ്ടവർക്ക് മേടിച്ചോളാം. ഒരുത്തനും നമ്മുടെ ടീമിൽ കയറി കളിക്കത്തില്ല. ആ ഒരു ഇത് നമുക്ക് 100% ഉറപ്പുണ്ട്. നമ്മൾ പെൺപടയാണ്. ആ പെൺപട പൊരുതി തന്നെ മുൻപോട്ട് പോകും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷനല്ല, പോലീസുകാരെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് നിർത്തിയല്ലോ അല്ലേ? ഓൺലൈൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന സംഘത്തിലെ ഏറ്റവും വീഡിയോയുടെ ഫ്രണ്ടിലെല്ലാം വന്ന് ഘോരം പ്രസംഗിക്കുന്ന ഈ ഓൺലൈൻ തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ അശ്വതി രവീന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീയുടെ വോയിസ് ക്ലിപ്പാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ പറയുന്നത് അടൂർ പോലീസ് സ്റ്റേഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ല, ഞാൻ എൻ്റെ അകത്തിന് വേറെ ഒന്നുമില്ലല്ലോ. അടൂർ പോലീസ് സ്റ്റേഷൻ്റെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ എത്രത്തോളം അതായത് അശ്വതി രവീന്ദ്രൻ പേടിപ്പിക്കുന്നു എന്നുള്ളത് ഈ വോയിസ് ക്ലിപ്പിൽ നിന്ന് വ്യക്തമാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണോ അടൂർ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. അടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ വളരെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നതും. CI ആണെങ്കിലും SI ആണെങ്കിലും അവിടുത്തെ ബാക്കി പോലീസുകാരാണെങ്കിലും ഒക്കെ ശരി തന്നെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അല്ലാതെ ഇതേ കണക്കത്തെ ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ നേതാവ് ആയ ഓൺലൈൻ തട്ടിപ്പ് ഒളിവിയ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞ പെൺപിള്ളാരെ എല്ലാവരെയും വെച്ച് അവരുടെ വീട്ടിൽ ഈ ഒളിവിയ എന്ന് പറയുന്ന ഒരു വീട്, ആ വീട്ടിൻ്റെ അകത്ത് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ ആയ അശ്വതി രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ സ്ത്രീ ഓക്കെ, അശ്വതി രവീന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ അവർ പറഞ്ഞ ഈ സാധനം ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. പോലീസുകാരെന്തായാലും അത്രയ്ക്ക് തരം താഴത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കരുതി വെച്ചോ. ചേച്ചി തള്ളുന്നത് ഇമാതിരി തള്ളുകളും തള്ളാറുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. വാട്സപ്പ് സ്റ്റാറ്റസ് പോലീസുകാരെ പൊക്കിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പൊക്കിയിട്ടില്ല. വോയിസ് ഇതേണക്കത്തേണം കേട്ടാ, വോയിസ് ഇതേണക്കത്തേണം എന്നുള്ളത് സൂക്ഷിച്ചു വെച്ചോ നിങ്ങളെ. ചേച്ചി ബാക്കിൽ കൂടെ വളരെ വൃത്തികെട്ട രീതിയിലാണ് പോലീസുകാരെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അത് അടൂർ സ്റ്റേഷനിലെ പോലീസുകാരെല്ലാവരും തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. അച്ചു ചേച്ചിയുടെ ഇതേണക്കത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത്രയും മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അച്ചുമ്മയ്ക്ക് സന്തോഷമായി കാണും. അച്ചുമ്മയ്ക്ക് സന്തോഷമായില്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളിത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട വോയിസ് മെസ്സേജാണ്. അത് തന്നെ ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പെൺകുട്ടികളുള്ള സമയത്ത് നിങ്ങൾ ഇട്ട ഗ്രൂപ്പാണ്. അപ്പോൾ അതന്നെ ഈ ഗ്രൂപ്പ് ആ മെസ്സേജ് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ മെസ്സേജ് തന്നെയാണിത്, ഒരു സംശയമില്ല. അല്ലാതെ നിങ്ങളെനിക്ക് പ്രൈവറ്റായിട്ട് എടുത്ത് അയച്ചു തന്നു, നിങ്ങളെ സീക്രട്ട് റൂമിൻ്റെ അകത്ത് അയച്ചു തന്നതോ ഒന്നുമല്ല. ഓക്കെ, ചേച്ചിമാർ പറഞ്ഞേക്കുന്ന ഇതേ കണക്കത്തെ ഓരോ വോയിസ് ക്ലിപ്പും അത് സിബിയുടെ ആണെങ്കിൽ ശരി തന്നെ,
ഈ പറയുന്ന അശ്വതി രവീന്ദ്രൻ്റെ ആണെങ്കിലും ശരി തന്നെ ഈ വോയിസ് ക്ലിപ്പുകളെല്ലാം തന്നെ നിങ്ങൾ ഓരോരുത്തരെ അപമാനിച്ചുകൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ ഇതേ കണക്കത്തുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വോയിസ് ക്ലിപ്പായിട്ട് ഈ പെൺകുട്ടികളുടെ കയ്യിലെല്ലാം തന്നെ ഉണ്ട്. അത് വേണമല്ലോ. കാരണം നിങ്ങളിപ്പോൾ ഈ നിയമത്തെ വെല്ലുവിളിക്കാൻ നേരത്തൊക്കെ നമുക്ക് ഇത് കണക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ പോലീസുകാർ അറിഞ്ഞിരിക്കുക, അശ്വതി രവീന്ദ്രൻ എന്ന് പറയുന്ന അശ്വതി സിബിയുടെ വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. സംഭാഷണം നല്ലോണം കേട്ടല്ലോ. പോലീസുകാരനെ എന്ത് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പോലീസുകാരനെ എന്തോ ചെയ്തെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഒരൊറ്റ പോലീസുകാരൻ പോലും ചോദിക്കാനും വന്നില്ലെന്ന് പറയുന്നുണ്ട്, ഒരു പോലീസുകാരികളും ചോദിക്കാൻ വന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്തായാലും രസമുണ്ട്, കേൾക്കാനൊക്കെ രസമുണ്ട്. ഘോരമായ പ്രസംഗമാണ്, ഭയങ്കര പ്രസംഗമാണ് ചേച്ചിയുടെ. അതിന് അത്രയും വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് ചേച്ചി എന്ത് രീതിയിലെത്തുന്ന എന്തോ അറിയത്തില്ല. നല്ല രീതിയാണ്. എന്തായാലും ഇമാതിരി പോലീസുകാരൊക്കെ നല്ല രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പോലീസുകാർ എന്തായാലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് തോന്നുന്നു. ചേച്ചിയുടെ പ്രകടനം എന്നാണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങളേതോ ഒരു അവിടെ ജോലി ചെയ്യുന്ന പെണ്ണിനെ കാരണമാണ് നിങ്ങൾ സ്റ്റേഷനിൽ പോയത്, അവർക്ക് സ്റ്റേഷനിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ട് ആണ് അവർ പോലീസ് സ്റ്റേഷൻ എടുത്ത് മറിച്ചളഞ്ഞ് ചേച്ചി പേടിപ്പിച്ചു, പോലീസുകാരെല്ലാം പേടിപ്പിച്ചു. പോലീസുകാരൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വതി രവീന്ദ്രൻ ചേച്ചിക്കായി എന്നുള്ളത് എന്തായാലും നന്നായി. ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇത്രയും മാത്രം പോലീസുകാരെ പേടിപ്പിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഒരു കരുത്തയായ സ്ത്രീയാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന അശ്വതി രവീന്ദ്രൻ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ചിലപ്പോൾ ആയിരിക്കും, കാരണം അത്രയും വലിയ തട്ടിപ്പൊക്കെ നടത്താൻ നേരത്തെ അവരെന്തായാലും വിറപ്പിക്കാനുള്ളതൊക്കെ അവരിൽ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അടൂർ പോലീസ് സ്റ്റേഷനിലുള്ളവരും DYSPയും പിന്നെ പോരാത്തതിന് SP റാങ്കിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുക. പത്തനംതിട്ട ഏരിയയിലുള്ള SP, പിന്നെ അടൂർ DYSP, പിന്നെ അടൂർ പോലീസ് സ്റ്റേഷനിലെ ബാക്കിയുള്ള പോലീസുകാരും SIയും CAയും ബാക്കി പോലീസുകാരെല്ലാവരും അറിഞ്ഞിരിക്കുക. നിങ്ങളെക്കുറിച്ച് പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെയാണ് പറയാറുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനിയെങ്കിലും അശ്വതി ചേച്ചി നിങ്ങൾ നല്ല രീതിയിൽ, അതായത് നിങ്ങൾ പേടിക്കരുത്. ഓക്കെ, പോലീസുകാർ ഇനി പേടിക്കുക. അശ്വതി ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഇനി പോലീസുകാർ പേടിക്കരുത്. ഓക്കെ, അശ്വതി ചേച്ചിയെ കണ്ട പോലീസുകാർ പേടിക്കരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി പോലീസുകാരെ പേടിക്കാൻ ചില ചേച്ചി വേറെ പലതൊക്കെ പറഞ്ഞു കളയും കേട്ടോ. പോലീസുകാരെ പേടിച്ച് വേറെയൊക്കെ പറഞ്ഞു കളയും. ഓക്കെ, ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ചിലെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കിങ്കരന്മാരുണ്ട്. ആ കിങ്കരന്മാരെ വെച്ച് പറയിപ്പിക്കും അവർ. അതായത് കിങ്കരന്മാരെന്ന് പറയുന്നത് കോട്ടുമുക്രി, പിന്നെ വേറെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ചാണ് പറയിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കിങ്കരന്മാരുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ കിട്ടിക്കാണുമല്ലോ. ആ കിങ്കരന്മാരുടെ ഡീറ്റെയിൽസൊക്കെ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. പോലീസുകാർ ഇനിയെങ്കിലും ഈ കേസിൻ്റെ അകത്തുള്ള ബാക്കി ഭാഗങ്ങളും കൂടെ നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പോലീസുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ തട്ടിപ്പ് എന്നാണ് ഇത് പറയുന്നത്, ഇതിന് തട്ടിപ്പ് എന്നാണ് പറയുന്നത്. ആ തട്ടിപ്പ് നടത്തിയ ആൾക്കാരെ നമ്മൾ തട്ടിപ്പുകാരികൾ എന്നും തട്ടിപ്പുകാരൻ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിൽ കൂടുതൽ ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തട്ടിപ്പ് നടത്തിയ അശ്വതി ചേച്ചിക്കും തട്ടിപ്പിന് കൂട്ടുനിന്ന മറ്റേ സിബിയും ഒക്കെ ഇതിൻ്റെ അകത്ത് പ്രതികളാവണം. ഓക്കെ, തട്ടിപ്പാണ് കേസ്. അപ്പോൾ ഇനി പോലീസുകാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരൊക്കെ അറിയാം ഇനി ഇതിൻ്റെ കേസ് എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഇനി പോലീസുകാർ ചിന്തിച്ച് ചെയ്യുക, എന്തൊക്കെ കേസാണ് ഇവർക്കെതിരെ എടുക്കാനുള്ളതെന്നുള്ളത് പോലീസുകാർ ചിന്തിച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങളെല്ലാം പേടിപ്പിച്ച ചേച്ചിയാണ്. പോലീസുകാരെ മൊത്തം പേടിപ്പിച്ച ചേച്ചിയാണ്. അടൂർ സ്റ്റേഷൻ മൊത്തം വിറപ്പിച്ച ചേച്ചിയാണ് കേട്ടാ. അടൂർ സ്റ്റേഷനെ മൊത്തം വിറപ്പിച്ച് അശ്വതി രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ, ഓൺലൈൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന സംഘത്തലവൻ ആയ അശ്വതി രവീന്ദ്രൻ ഓക്കെ ആണ് അടൂർ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെ മൊത്തം വിറപ്പിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, അവരുടെ തന്നെ വോയിസ് ക്ലിപ്പാണ്. ഈ വോയിസ് ക്ലിപ്പ് ഓൾറെഡി നിങ്ങൾക്കാണ് കിട്ടാനുള്ളതുണ്ടെങ്കിൽ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അല്ലേ, എത്തിക്കണമല്ലോ. കാരണം ഇമാതിരി ഫ്രോഡ് തരങ്ങളാണ് അവർ പറയുന്നതുകൊണ്ട് പല സ്ഥലത്തും നടക്കുന്നതെന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണമല്ലോ. അത് മാത്രമല്ല, ഈ പ്രേക്ഷകരെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ വീഡിയോസ് കണ്ടിട്ട്
അയ്യോ നിർത്തിയിട്ടില്ല, അയ്യോ മറ്റൊന്നും ചെയ്തിട്ടില്ല, അവർ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നിയമത്തിൻ്റെ വഴിയല്ല പോയത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാർക്കൂടെ വേണ്ടിയിട്ടാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ വോയിസ് ക്ലിപ്പ് ഇല്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പ് പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യത്തില്ലായിരുന്നു. എന്തായാലും പോലീസുകാരെ തന്നെ വളരെ വലിയ രീതിയിൽ അപമാനിച്ചിരിക്കുകയാണ് ഒളിവിയ എന്ന് പറയുന്ന ഈ സ്ഥാപനമല്ല, തട്ടിപ്പ് സ്ഥാപനത്തിലെ, പൂട്ടിപ്പോയ സ്ഥാപനത്തിലെ അശ്വതി രവീന്ദ്രൻ്റെ ഈ വോയിസ് ക്ലിപ്പിലൂടെ അവർ ചെയ്തേക്കുന്നത്. ഇനി ബാക്കിയൊക്കെ പോലീസുകാരുടെ ഇഷ്ടം. അപ്പോൾ ബൈ.